ഹായ് ഫ്രണ്ട്സ്, കൂക്കി എന്ന പേരിൽ ഒരു ഹിന്ദി സിനിമ കണ്ടു. 2024 ജൂണിൽ റിലീസ് ചെയ്ത സിനിമയാണ്. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഡ്രാമ സിനിമയാണിത്. എന്റർടൈനർ അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലർ അങ്ങനെയുള്ള ഒരു ജോണറിൽ പെടുന്ന സിനിമയല്ല. ദൈർഘ്യം 1 മണിക്കൂർ 55 മിനിറ്റ്. സിനിമയുടെ ബേസിക് പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, കൂക്കി എന്ന് പറയുന്ന 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾക്ക് ഒരു ആൺകുട്ടിയോട് ക്രഷ് ഉണ്ട്. അപ്പോൾ അവളുടെ ആ ക്രഷ് ലൈഫ്, അതായത് റൊമാൻറ്റിക് ലൈഫ്, അവളുടെ ഫാമിലി, അവളുടെ ക്ലാസ്, പിന്നെ അവളുടെ അംബീഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളുമാണ് കഥയുടെ ഫസ്റ്റ് 30-35 മിനിറ്റ് പറയുന്നത്. അതിന് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു വലിയ സംഭവം നടക്കുകയാണ്. അതായത് അവള് ഒരു കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയാണ്. അപ്പോൾ ഇതൊരു സസ്പെൻസ് ഡ്രാമയാണോ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇതൊരു പ്ലെയിൻ ഡ്രാമയാണ്. കുറ്റവാളികൾ ആരാണെന്ന് ആ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പോലീസുകാർ അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുകയും കോടതി ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു പ്ലെയിൻ ഡ്രാമയാണ്, അതിന് ട്വിസ്റ്റോ സസ്പെൻസോ ഒന്നും തന്നെ ഇല്ല. അപ്പോ ചോദിക്കും, എന്തിനാണ് പിന്നെ ഈ സിനിമ കാണേണ്ടത്? ട്വിസ്റ്റ് ഇല്ല, സസ്പെൻസ് ഇല്ല. പക്ഷെ ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന 2 വിഷയങ്ങളുണ്ട്. ഒന്ന് PTSD എന്ന് വെച്ചാൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതായത് എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യത്തിന് ഇരയാകുന്നവർക്ക് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എപ്പോഴും ഉണ്ടാവും, ട്രോമ. അപ്പൊ ഇതിൽ റേപ്പിന് ഇരയായിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ ജീവിതം, റേപ്പിന് ശേഷമുള്ള ജീവിതം വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്. മറ്റൊരു വിഷയം ഈ സിനിമ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് റേപ്പിനെ ഏറ്റവും നീചമായ കുറ്റകൃത്യങ്ങളിൽ പെടുത്തുന്നില്ല എന്നുള്ളത്. കൊലപാതകം എന്നുള്ളൊരു കുറ്റകൃത്യം ഏറ്റവും നീചമായ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന ഒന്നാണ്. പക്ഷേ റേപ്പ് അല്ല. ഈ ഒരു കാര്യത്തെ വളരെ കൃത്യമായി സിനിമ തുറന്നു കാട്ടുന്നുണ്ട്. ഇതിലെ ഈ 16 വയസ്സുള്ള പെൺകുട്ടിയായി അഭിനയിച്ചിരിക്കുന്നത് റിതിഷ കൗണ്ട്. അവര് ഒരു സീനിൽ പറയുന്നുണ്ട്, റേപ്പിന് ഇരയാകുന്ന ഒരാള് ഒരു പ്രാവശ്യം മാത്രമല്ല റേപ്പിന് ഇരയാകുന്നത്. ഒന്ന്, ആ റേപ്പ് എന്നുള്ള സംഭവം നടക്കുന്ന ആ ഒരു നിമിഷം, അതിനുശേഷം ഫാമിലിയുടെ മുമ്പിൽ, പോലീസിന്റെ മുമ്പിൽ, കോടതിയുടെ മുമ്പിൽ, മീഡിയയുടെ മുമ്പിൽ, പിന്നെ അവരുടെ ഉറക്കത്തിൽ പോലും അവർ ഒരു യാന്ത്രികമായിട്ട് റേപ്പിന് ഇരയായിക്കൊണ്ടിരിക്കലാണ്. ഈ ഒരു പെൺകുട്ടി സിനിമയുടെ ക്ലൈമാക്സിൽ എടുക്കുന്ന ഒരു 5-10 മിനിറ്റുള്ള വീഡിയോ ഉണ്ട്. അതിലാണ് അവൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മളൊരു സസ്പെൻസ് ത്രില്ലറൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു റഷ് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ കിട്ടും. അതെ, അത് വളരെ എഫക്റ്റീവായിട്ട് അവതരിപ്പിക്കാൻ ആ കുട്ടിക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ സൗണ്ടും അവിടെ എമോഷൻസ് എല്ലാം അവിടെ എക്സ്പ്രഷൻസും നല്ല രീതിയിൽ എക്സ്പ്രഷൻസ് ആയിരുന്നു കൊടുത്തിരിക്കുന്നത്. അതെ, അത് കൃത്യമായിട്ട് അവിടെ ഡെലിവർ ചെയ്യാൻ കഴിച്ചിട്ടുണ്ട്. ഈ ഒരു ഫിലിം നടക്കുന്നത് ആസാമിലെ ടെസ്പൂ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ആസാമിന്റെ ടെറൈന്റെ മനോഹാരിത, അതിന്റെ പ്രത്യേകത ഈ ഒരു ഫിലിമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പുതുമ ഇതിന്റെ കഥക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ തെസ്പൂറിന്റെ ആ ഒരു പ്രകൃതി ഭംഗിക്ക് സാധിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള ഭൂരിഭാഗം സിനിമകൾ നമ്മളിപ്പോൾ മലയാളത്തിൽ നോക്കിയാലും തമിഴിൽ നോക്കിയാലും ഹിന്ദിയിൽ നോക്കിയാലും നടക്കുന്നത് ഹൈ റേഞ്ചുകളിലായിരിക്കും, കുന്ന് മലയൊക്കെയുള്ള പ്രദേശങ്ങളിൽ. പക്ഷെ ഇവിടെ ഈ ആസാമിന്റെ ആ ഒരു ടെറൈന് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് സിനിമക്ക് ആ ഒരു പ്രത്യേക തരത്തിലുള്ള പുതുമ വരുന്നത്. ഞാൻ ഈ ഫിലിമിന് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3.75 ഔട്ട് ഓഫ് 5. 3.75 അല്ലെങ്കിൽ 3.5 എന്നുള്ളത് നല്ല റേറ്റിംഗ് ആണ്. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ സിനിമ ഒരു പ്ലെയിൻ ഡ്രാമയാണ്. ഒരു ത്രില്ലിംഗ് അല്ലെങ്കിൽ സസ്പെൻസ് എക്സ്പീരിയൻസ് വിചാരിച്ച് കാണുന്നവർക്ക് നിരാശയായിരിക്കും ഫലം. നമ്മൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള 2 കാരണങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ, ഒന്ന് PTSD എന്നുള്ള വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. 2, റേപ്പ് എന്നുള്ള ആ ഒരു കുറ്റകൃത്യം എന്തുകൊണ്ട് നീചമായ കുറ്റകൃത്യങ്ങളിൽ പെടുത്തുന്നില്ല എന്നുള്ള ഒരു വിഷയം കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്.